സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒന്ന് ചിരിക്കാൻ തുടങ്ങും അല്ലേ? കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ കഴിഞ്ഞൊരു 10 മാസത്തോളം ചെയ്തിട്ടുള്ള കുക്കിംഗ് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള ചക്കപ്പഴം കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഇതൊന്നും പോരാണ്ടതേ പച്ചച്ചക്കയും കൊണ്ട് വന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ. കേട്ടോളൂ. ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. കേട്ടിട്ടുണ്ടോ? ഇതൊരു പഴംപാട്ടാണ്. ഇത്രയേ ഉള്ളൂ. ജനുവരി തൊട്ട് ഒരു 3-4 മാസം നമുക്ക് ചക്കയും മാങ്ങയും ധാരാളമായിട്ട് അവൈലബിൾ ആണ് അല്ലേ? അതുപോലെ കർക്കിടകം തുടങ്ങുന്നതിനോട് കൂടി ഏകദേശം എവിടെ നോക്കിയാലും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇഷ്ടംപോലെ പച്ചക്കറികൾ നമ്മുടെ ചുറ്റുമുണ്ട് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഓണത്തോടുകൂടി ചേനയും ചേമ്പും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാം. ലാസ്റ്റ് ഒരു 3 മാസം കണ്ട 9 മാസം നമ്മൾ പ്രിസർവ് ചെയ്തും ഉണക്കിയും ഒക്കെ സൂക്ഷിച്ചിട്ടില്ല എന്ത് സാധനങ്ങളും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഞെരുക്കി നമുക്ക് ജീവിക്കാം. ഇതിൽ നിന്ന് ഒറ്റ കാര്യം എനിക്ക് മനസ്സിലാക്കാനുള്ളൂ. എന്താണ്? ഈ എന്തും വില കൊടുത്ത് വാങ്ങാവുന്ന സൂപ്പർ മാർക്കറ്റുകൾ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ പ്രകൃതി, നമ്മുടെ അമ്മ, നമ്മുടെ ഭൂമിദേവി നമുക്ക് വേണ്ടതെല്ലാം, ഒരു വർഷം മൊത്തം മുന്നോട്ട് പോകാൻ വേണ്ടതെല്ലാം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഇടക്കാലത്തായിട്ട് വല്ലാതെ അങ്ങ് വിസ്മരിച്ചു പോയില്ലേ? തിരിച്ചു വരാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചക്കാച്ചാർ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കണ്ട. ചക്കയുടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു ഭാഗവും ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. ചക്ക മാത്രമല്ല, കണ്ട ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടുന്ന ഏത് സാധനവും റിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. വർഷം മുഴുവൻ നമുക്ക് പരമാവധി രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക എന്ന് മാത്രമേ നിങ്ങളോട് സ്നേഹത്തോടു കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ചക്കച്ചാർ ഒന്ന് പരീക്ഷിക്കുക, അഭിപ്രായം അറിയിക്കുക, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. മെയിനായിട്ട് ചക്കയാണ്. ഏകദേശം ഒരു 3/4 കിലോ ചക്കയുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഇട്ട് അപ്പം തന്നെ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഊറ്റിയെടുത്തതാണ് ഇത്. അതാണ് നമ്മുടെ ചക്കയുടെ പ്രോസസ്സിങ്. പിന്നെ വേണ്ടത് മാങ്ങയാണ്. മാങ്ങ ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്, തൊലി ചെത്തിയിട്ടുള്ള മാങ്ങ. ഇനിയിപ്പോൾ മാങ്ങ ഇല്ലാത്തവരിപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്താലും മതി. മുളക് പൊടി അളവ് ഞാൻ പറയുന്നില്ല, ഇഷ്ടത്തിനനുസരിച്ച്. ഇത് കാശ്മീരിയാണ്, എരിവ് കുറവാണ്. നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്, വിനാഗിരി, ഉലുവ, കായം, നല്ലെണ്ണ, കടുക്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഈ മാങ്ങയ്ക്ക് പകരം നമുക്ക് 2 വേറെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുളി നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പാവയ്ക്ക ചേർക്കാം. നല്ല കയ്പുള്ള പാവയ്ക്ക ചേർത്താൽ അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടുണ്ട്. ഉണക്കമീനും പച്ചച്ചക്കയും വെച്ച് നോക്കിയിട്ടുണ്ട്, അതും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാ രീതിയിലും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എല്ലാ കോമ്പിനേഷനും പറഞ്ഞു മാത്രം. തിളപ്പിക്കാൻ വെച്ചതേ, നമുക്ക് ചിലർക്ക് ഗ്രേവി വേണമല്ലോ, അപ്പൊ വിനാഗിരി തന്നെ ആയാൽ പോരാ. വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് കുറച്ചും കൂടെ എണ്ണ ചേർത്തത്. ഓക്കെ, മാങ്ങ അധികം വേഗമൊന്നും വേണ്ട കേട്ടോ. കാരണം എന്താണെങ്കിലും നമ്മൾ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ അച്ചാറ് എടുക്കുള്ളൂ. ഓരോ സീസൺ അനുസരിച്ച് അപ്പം കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും സാധനങ്ങൾ കൊണ്ട് നമ്മൾ അച്ചാറോ ഉപ്പിലിട്ടതോ കൊണ്ടാട്ടോ ഒക്കെ ഉണ്ടാക്കി വെക്കുക, ഓരോ വീട്ടിലും നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച്. എന്നിട്ട് അതില്ലാത്ത കാലത്ത് നമുക്ക് കുറേശ്ശെ ഉപയോഗിക്കാം. സത്യത്തിൽ ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു, നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെയൊക്കെ അമ്മമാരോടും മുത്തിയമ്മമാരൊക്കെ അവരോട് ചോദിച്ചാൽ മതി. മാങ്ങാക്കാലത്ത് വലിയ വലിയ ഭരണികളിൽ ഉപ്പുമാങ്ങ മുതല് ഉണ്ടാക്കി വെക്കും, ഉണക്കി വെക്കും. അതുപോലെ ചക്ക ഉണക്കി സൂക്ഷിക്കും, പഴം സൂക്ഷിക്കും, പൊടിച്ച് സൂക്ഷിക്കും. അങ്ങനെ എല്ലാ രീതിയിലും ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ പച്ചക്കറികളാണെങ്കിൽ കൊണ്ടാട്ടമായിട്ട് സൂക്ഷിക്കും.
അതൊക്കെ ഭാവിയിലേക്കുള്ളൊരു കരുതലാണ് അല്ലേ. അപ്പൊ നമുക്ക് ഏകദേശം അത് മനസ്സിലായിട്ടുണ്ട്. ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ബാക്കി വിനാഗിരിയിലും അച്ചാറിലും കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആവും. പെർഫെക്റ്റ് ആയിട്ടോ, എല്ലാം പാകമാണ്.